അവിടുത്തെ ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു അവരുടെ ഇമാം ശാദുലി റളിയല്ലാഹു അൻഹുവിനെയും മദ്ഹ് ചെയ്ത് ഖസീദത്തുൽ ദാലിയ ദാല് കൊണ്ട് അവസാനിക്കുന്ന ഒരു വലിയ കാവ്യം രചിച്ചിട്ടുണ്ട് ഇമാം ബുസീരി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഒരുപാട് കവിതകൾ രചിക്കാൻ വേണ്ടി തൗഫീഖ് ലഭിച്ച മഹാനാണ്. കവിതകൾ രചിക്കുക എന്നുള്ളത് ജീവിതാഭിലാഷമായി കണ്ടവരാണ്. അതിലൊരു പ്രത്യേക ക്രൈസ് കണ്ടവരാണ്. അതിലൊരു പ്രത്യേക അഭിരുചി ലഭിച്ചവരാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. മാത്രമല്ല അതേ പ്രമേയത്തിൽ തന്നെ ഖസീദത്തുൽ സീനിയ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. അതേ പ്രമേയമാണ് തന്റെ ഉസ്താദായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദായ ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു ഇവരെ പ്രമേയമാക്കി ഖസീദത്തുൽ സീനിയ എന്ന് രചിച്ചിട്ടുണ്ട് മഹാനവറുകൾ. അങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ ഖസീദത്തുൽ മുഹമ്മദിയ എല്ലാ വരികളും മുഹമ്മദ് കൊണ്ട് തുടങ്ങുന്നതാണ്. മീമ കൊണ്ട് അവസാനിക്കുന്ന ഒരു വലിയ ഗ്രന്ഥം, ഒരു വലിയ അർത്ഥമുള്ള അർത്ഥവ്യാപ്തിയുള്ള പ്രധാനപ്പെട്ട ഒരു ഖസീദയാണ് ഖസീദത്തുൽ മുഹമ്മദിയ. ഒരുപാട് രചനകളുണ്ട്. ഖസീദത്തുൽ മുദരിയ, ഖസീദത്തുൽ ഹംസിയ, ഖസീദത്തുൽ ദുഖലുൽ മആദ്, ഖസീദത്തുൽ ബുർദ തുടങ്ങിയ അനേകം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അന്ന് ചെറുപ്പം മുതലേ രചനയോട് താല്പര്യമുള്ളത് കൊണ്ട് അന്നത്തെ കൊട്ടാരത്തിലേക്ക് രാജാക്കന്മാരെ ക്ഷണിക്കുകയും ആ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് കവിത പാടുകയും മാത്രമല്ല കൊട്ടാര കവി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തുവെന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. മഹാനവറുകൾ വഫാത്താകുന്നത് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ വെച്ചാണ്. അവിടെയുള്ള മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് തന്റെ ആത്മീയ ഗുരുവായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജ്റ 694 വഫാത്തായത്. മസ്ജിദുൽ ബുസീരി എന്നാണ് അവിടുത്തെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ പേര്. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ പള്ളിയുടെ അപ്പുറത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്. എന്ന് വെച്ചാൽ ആ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിലേക്ക് ചേർത്തി വായിക്കുമ്പോ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ ആ പള്ളി ചെറിയതാണ്. അങ്ങനെ ചെറിയ പള്ളി എന്ന് പറയുന്നു. ആ പള്ളിയിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. മഹാന്മാർ ഒരുപാട് പേര് ഖസീദത്തുൽ ബുർദക്ക് വേണ്ടി വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബൈത്തിനെ 5 ബൈത്താക്കി ഡിവൈഡ് ചെയ്ത് ഒരു ബൈത്തിനെ തന്നെ 5 ബൈത്താക്കി മാറ്റി ഖസീദ രചിച്ചവരുണ്ട്. വിശദീകരണങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലേക്ക് വ്യാപിപ്പിച്ചവരുണ്ട്. എന്നാൽ മഹാനായ അബൂ ഇബ്നു ആശൂർ റളിയല്ലാഹു അൻഹു, ഇബ്നു ആശൂർ തൂനിസി റളിയല്ലാഹു അൻഹു, ഇബ്നു ആശൂർ തൂനിസി റളിയല്ലാഹു അൻഹു ടുനീഷ്യക്കാരനായ മഹാനവറുകൾ രചിച്ച ശിഫാഉൽ ഖൽബിൽ ജദീഹ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, മഹാനവറുകളുടെ ഖബറിന്റെ മുകളിൽ മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ രേഖപ്പെടുത്തിയ ഒരു ബൈത്ത് കാണാം. മുഹമ്മദ് ബിൻ സഈദിൻ ഹാസ മൻസിലതൻ ഫീ സാദിഖി ശീരി അയ്യഹു കുല്ല മിഈരി. എല്ലാ സാഹിത്യകാരന്മാരെയും തോൽപ്പിച്ചു കളഞ്ഞ സത്യസന്ധമായ കവിതയെ കൊണ്ട് ഉയർന്ന സ്ഥാനം വരിച്ചവരാണ് മുഹമ്മദ് എന്ന ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾ മഹാനായ കവിതാ രചനയുടെ പാടവത്തെ തോൽപ്പിക്കാൻ വേണ്ടി കവിത രചിച്ചു നോക്കി. പക്ഷേ
അതിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി അവർ ഇരുന്നു പോയി. എല്ലാവരും പഞ്ചപുച്ഛമടക്കി ഇരുന്നു പോയി. വന്നാസു ഫീഹി അലാ മിൻവാലി ബുർദതിഹി ബഅു ബിഅജ്സിൻ വാബ് ദൗകുല്ല തഖ്സീരി. ആ ബുർദയെ താഴ്ത്തി, ആ ബുർദയുടെ മഹത്വത്തെ, രചനാ വൈഭവത്തെ താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് ആളുകൾ പരിശ്രമിച്ചുവെങ്കിലും എല്ലാവരും അവരവരുടെ വീഴ്ചയെ സമ്മതിക്കുകയാണ്. വന്നാസു ഫീഹി അലാ മിൻവാലി ബുർദതിഹി ബഅു ബിഅജ്സിൻ വാബ് ദൗകുല്ല തഖ്സീരി. എത്ര ആളുകൾ